ഞാൻ നാട്ടിലായിരുന്ന സമയത്ത് എൻ്റെ മമ്മി എനിക്ക് എല്ലാ വർഷവും കൊഴുക്കട്ട ഉണ്ടാക്കി തരുമായിരുന്നു. ആ ദിവസത്തിനെ കൊഴുക്കട്ട ശനി എന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ മമ്മിയോട് ചോദിച്ചിട്ടുണ്ട് ഈ കൊഴുക്കട്ട ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിലുള്ളൊരു സ്റ്റോറി എന്താന്ന്. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു തന്നിട്ടുള്ളതാണ്, ആ കൊഴുക്കട്ട ശനിയെ ലാസറിൻ്റെ ശനി എന്ന് കൂടെ പറയുന്നുണ്ട്. കാരണം രോഗം ബാധിച്ച് മരിച്ച ലാസറിന് 4 ദിവസങ്ങൾക്ക് ശേഷം ദൈവം പുതുജീവൻ നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പെസഹായ്ക്ക് 6 ദിവസം മുമ്പ് യേശു ജെറുസലേമിലേക്ക് പോകുന്ന വഴി ലാസറിൻ്റെ ഭവനത്തിൽ കയറിയിരുന്നു. അപ്പോൾ ലാസറിൻ്റെ സഹോദരിമാരായ മർത്തയും മറിയവും തിടുക്കത്തിൽ മാവ് കുഴച്ചുണ്ടാക്കിയ ഒരു വിഭവം കൊണ്ട് വലിയ വിരുന്നായ പെസഹായ്ക്ക് മുൻപ് ഈശോയ്ക്ക് വിരുന്ന് നൽകി. ഈശോ ഭക്ഷിച്ച അവസാനത്തെ വിരുന്നുമായിരുന്നു അത്. ആ വിരുന്നിൻ്റെ അനുസ്മരണമായാണ് പരമ്പരാഗത രീതിയിൽ നമ്മൾ മലയാളികൾ അരിപ്പൊടി കൊണ്ട് കൊഴുക്കട്ട ഉണ്ടാക്കി കൊഴുക്കട്ട ശനിയായി ആഘോഷിക്കുന്നത്. ഇന്നേക്ക് കൃത്യം 6 ദിവസത്തിന് ശേഷമായിരിക്കും ദുഃഖവെള്ളി.